അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 13 അപ്പോൾ ഇന്ന് ഞങ്ങൾ നയാഗ്ര ഫാൾസ് കാണാനായിട്ട് ഡിട്രോയിറ്റിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ഫാമിലിയായിട്ട്. അപ്പോൾ കാനഡയുടെ ബോർഡർ ക്രോസിങ് ചെയ്ത് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് കാനഡ ബോർഡറിലോട്ട് കയറുമ്പം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും. പാസ്പോർട്ട്സ് വണ്ടിയൊക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാണിക്കാം. നമ്മൾ കാനഡയിൽ എന്ത് കാണാനാ പോകുന്നേ? മൗണ്ട് എവറസ്റ്റോ? നയാഗ്ര ഫാൾസ്. വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ വീടൊക്കെ പാക്ക് ചെയ്ത് എല്ലാം വണ്ടിയിൽ കയറ്റി ഇനിയിപ്പം നമ്മൾ പോവുകയാണ്. ബെറ്റിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമേ പെട്രോൾ അടിക്കാനായിട്ട് ബോർഡർ ക്രോസിങ്ങിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആയതുകൊണ്ട് ഇവിടെ പെട്രോളിന് ഇച്ചിരി വില കുറവാണ്. അതായത് അമേരിക്കൻ സൈഡാണ്, ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്. പെട്രോളിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ $3 അടുത്ത്. 87 ഒക്ടേൻ റെഗുലർ പെട്രോളാണ്. ഒരു 15-16 ഗാലൻ പെട്രോൾ അങ്ങ് കുടിക്കും. അങ്ങനെ കയറിയാണ് അംബാസഡർ ബ്രിഡ്ജിലോട്ട് പോകുന്നത്. ഇവിടെ ട്രക്സിൻ്റെ ഒരു പെരുമഴയാണ്. ഇഷ്ടം പോലെ ട്രക്കുകളുണ്ട് അമേരിക്ക കാനഡ ബോർഡറിൽ. ഇവിടെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേ ചെയ്യണം. ഒരു ചെറിയൊരു ഫീസ് ഉണ്ട്. അതായത് $8 ആണെന്ന് തോന്നുന്നു, $US അല്ലെ $10-12 കനേഡിയൻ ഡോളർ. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ഒരു ചെറിയ ഫീസ് കൊടുത്ത് ആ ടോള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആ ബ്രിഡ്ജിലോട്ട് കയറാം. 2 മാർഗ്ഗങ്ങളാണുള്ളത് ഡിട്രോയിറ്റിൽ നിന്ന് ക്രോസ് ചെയ്യുന്നവർക്ക്. അംബാസഡർ ബ്രിഡ്ജും പിന്നെ ഒരു ടണലുണ്ട്, ടണൽ ടു കാനഡ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അംബാസഡർ ബ്രിഡ്ജാണ്. രണ്ടിനും സെയിം ചാർജ് തന്നെയാണ്, അല്ലെ ചെറിയ വ്യത്യാസവും മറ്റോ ഉള്ളൂ. ഇപ്പോൾ ഒരു പുതിയ ബ്രിഡ്ജ് ഡിട്രോയിറ്റിൽ ഇവിടെ പണിയുന്നുമുണ്ട്. അതിൻ്റെ പേരാണ് കോഡി ഹാ ബ്രിഡ്ജ്. അത് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ബെറ്റ് ചെയ്ത് പേ ചെയ്തു ക്രെഡിറ്റ് കാർഡിൽ. അത് തുറന്നു, ടോൾ ഗേറ്റ് തുറന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജിലെ ദൃശ്യം. അംബാസഡർ ബ്രിഡ്ജ് USA ടു കാനഡ കണക്ട് ചെയ്യുന്ന അംബാസഡർ ബ്രിഡ്ജാണിത്. നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ പാസ്പോർട്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് അംബാസഡർ ബ്രിഡ്ജ്. അങ്ങ് അപ്പുറേ കാണുന്നതാണ് കോഡി ഹാവ് ബ്രിഡ്ജ്. അത് പണി നടക്കുന്നേ ഉള്ളൂ. അത് പണിത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് രണ്ടാമത്തെ ബ്രിഡ്ജാവും. അത് ഇച്ചിരി കൂടെ വലിയ ബ്രിഡ്ജാണെന്നാണ് കേട്ടത്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ കാനഡയിൽ കയറും. അപ്പോൾ കാനഡയിൽ കയറുമ്പോഴേ ഒരു പാസ്പോർട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും. അത് അങ്ങ് എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് കാനഡ. ഇതാണ് ഡിട്രോയിറ്റ് റിവർ. അങ്ങ് അപ്പുറയാണ് ഡിട്രോയിറ്റ്, അല്ലെങ്കിൽ USA കാനഡ. അങ്ങനെ നമ്മൾ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ബോർഡർ. ആ ബോർഡറിൽ കൂടുതലും ട്രക്സ് ആണ് ഇവിടെ. നമ്മൾ ജസ്റ്റ് ഇന്ന് വലിയ തിരക്കില്ലാത്തൊരു സമയമാണെന്ന് തോന്നുന്നു. നേരെ പോട്ടെ. ബെറ്റിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളെ ഇതൊക്കെ ഒന്ന് പിടിച്ച് ക്യാപ്ചർ ചെയ്ത് കാണിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അതാണ് കാനഡ ബോർഡർ. കുറച്ചു പേർക്കെങ്കിലും ഇതൊരു നല്ല കാഴ്ചയായിട്ട് തോന്നാം. അമേരിക്ക അല്ലെ USA എന്ന മഹാരാജ്യത്തിൽ നിന്ന് മറ്റൊരു മഹാരാജ്യത്തിലേക്കുള്ള പ്രവേശന കേന്ദ്രം. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് കൊടുക്കേണ്ട സമയമായി. ഇനി ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. Have you been to Niagara Falls? Yeah, it's been a few
ഇവിടെ ഒരു ഇമിഗ്രേഷൻ ചെക്കിംഗ് ആണ്. നമ്മുടെ കനേഡിയൻ ബോർഡർ ക്രോസിംഗ് ആണ്. ജസ്റ്റ് പാസ്പോർട്ട് ചെക്ക് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് തിരിച്ചു തന്ന് നമ്മളെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ വലിയ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെയാണ് പൊതുവെ നമ്മൾ കാനഡയിലോട്ട് വരുമ്പോൾ കയറ്റി വിടുന്നത്. കണ്ടോ, അതാണ് കസ്റ്റംസ്. വളരെ അപൂർവമായിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും കേസിൽ അവർക്ക് റാൻഡം ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പം ഒന്ന് നിർത്താറുണ്ട്. പക്ഷെ പൊതുവെ ഞങ്ങൾ പല പ്രാവശ്യം വന്നതുകൊണ്ട് അതിന്റെ ഒരു ബേസിസിൽ പറയുന്നത് ഇങ്ങോട്ട് കയറ്റി വിടുമ്പോൾ US നിന്ന് കാനഡയിലോട്ട് ഓൾമോസ്റ്റ് വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് അവർ കയറ്റി വിടുന്നത്. ഇതാണ് കാനഡയിലെ കയറി വരുമ്പോഴേ കാണുന്ന ആദ്യത്തെ കാഴ്ച. ആസ് ഓൾവേസ് മക്ഡൊണാൾഡ്സ് ഉണ്ട്. അമേരിക്കക്കാര് മക്ഡൊണാൾഡ്സ് മടുത്തിട്ടായിരിക്കും കാര്യം ഇങ്ങോട്ട് വരുന്നത്. എന്നാലും ഇവിടെ കയറി വരുമ്പോഴേ കാണുന്നത് മക്ഡൊണാൾഡ്സ് ആണ്. പക്ഷെ കാനഡയുടെ തനതായ റെസ്റ്റോറന്റ് ചെയിൻ ആണ് ടിം ഹോർട്ടൺസ്. 401 എന്ന് പറഞ്ഞ റോഡ് നമ്മുടെ വിൻസർ കാനഡ, ബോർഡർ ടൗൺ ആയ വിൻസർ കാനഡയിൽ നിന്ന് അങ്ങ് നമ്മുടെ ടൊറോണ്ടോ കാനഡ വരെ ഒരു 4 മണിക്കൂർ അടുത്ത് ഉള്ള ഡ്രൈവ് ഈ 401 എന്ന് പറയുന്ന റോഡിൽ കൂടെയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മേജർ റോഡ്. ഒണ്ടേരിയോ എന്ന സംസ്ഥാനമാണ് കാനഡയിലെ. നല്ല റോഡും സൗകര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൊത്തം ട്രിപ്പിൽ നമ്മൾ 4 പ്രാവശ്യമാണ് US കാനഡ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഇപ്പോൾ കണ്ടതുപോലെ ഡിട്രോയിറ്റ് വിൻസർ ബോർഡർ ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ ഏകദേശം 4 മണിക്കൂർ എടുത്ത് ഡ്രൈവാണ് കാനഡയിൽ കൂടെ 401 റോഡിൽ കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തും. എന്നിട്ട് ഞങ്ങൾ കാനഡ USA ബോർഡർ ക്രോസ് ചെയ്ത് ബഫലോ എന്ന് പറഞ്ഞ ടൗണിൽ കയറും. എന്നിട്ട് അവിടെ അമേരിക്കൻ സൈഡ് നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കൊക്കെ ഒന്ന് കാണും. അത് കണ്ടിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് USA നിന്ന് കാനഡ ബോർഡറിലോട്ട് തിരിച്ച് വന്ന് നയാഗ്ര സിറ്റിയിൽ വന്ന് സ്റ്റേ ചെയ്യും. പിന്നെ എന്താണെങ്കിലും തിരിച്ച് നാളെ വീട്ടിൽ പോകണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ഡയറക്റ്റ് വിൻസറിൽ നിന്ന് ഡിട്രോയിലോട്ട് കയറാതെ ഡിട്രോയിറ്റിനപ്പുറം സാർണിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൽ ലണ്ടനിൽ നിന്ന്, കാനഡയുടെ ലണ്ടനിൽ നിന്ന് തിരിഞ്ഞ് സാർണിയയ്ക്ക് പോകാം. അപ്പോൾ സാർണിയയിലോട്ട് കയറാൻ, സാർണിയ കാനഡയിൽ നിന്ന് പോർട്ട് ഹ്യൂറോൺ മിഷിഗനിലേക്ക് കയറാനായിട്ട് നമുക്ക് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംബാസഡർ ബ്രിഡ്ജ് പോലെ തന്നെ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ USA നയാഗ്ര വഴിയുള്ള കാനഡ ടു USA ബ്രിഡ്ജ് ആണ്. അപ്പം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാം ആണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ വന്നിട്ടുള്ള വഴിയല്ല ഇത്. എന്താണെങ്കിലും ക്യാപ്ചർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു പുതിയൊരു വെൽക്കം ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വണ്ടിയിലെ GPS തന്നെ പറയുന്നത്. അപ്പം ഇതാണത് കേട്ടോ. കണ്ടോ, നമ്മൾ തിരിച്ച് നയാഗ്ര വഴി, നമ്മൾ ഓൾറെഡി US നിന്നാണ് കാനഡയിൽ കയറിയത്. ഇനി തിരിച്ച് കാനഡയിൽ നിന്ന് US പോയിട്ട് വേണം നമ്മുടെ ഹോട്ടൽ നയാഗ്ര ഫോൾസിൽ എത്താനായിട്ട്. എനിക്ക് നമുക്ക് വഴി തെറ്റിയതാണെന്ന് ഡൗട്ടുണ്ട്. ഈതർ വേ എന്താണെങ്കിലും ഇതൊരു പുതിയൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചെക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഒന്നും പറയാനില്ല, ക്യാമറ നോക്കേണ്ടി വന്നു. പോലീസ് ശിക്ഷ കലിപ്പായിരുന്നു, അമേരിക്കൻ പോലീസിന്റെ. അപ്പൊ നമ്മുടെ ന്യൂയോർക്ക് സൈഡിൽ അല്ലെങ്കിൽ അമേരിക്കൻ സൈഡിലുള്ള നയാഗ്ര വെള്ളച്ചാട്ടത്തിന് അടുത്തുകൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് സൈഡ് ആദ്യമേ കണ്ടിട്ട് കനേഡിയൻ സൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്കിന് അടുത്തുള്ള ഒരു വ്യൂ ആണ്. ഇത് ന്യൂയോർക്ക് സൈഡാണ്. അപ്പം അതിൻ്റെതായ എനിക്കൊന്ന് എയർ ബലൂൺ ആണ് തോന്നുന്നു. ഓരോരോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ ടൗണിനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇത് ഇഷ്ടപ്പെടും. ഇപ്പൊ ന്യൂയോർക്ക് സൈഡാണെങ്കിലും നയാഗ്ര നേരെയാണോ എന്നാ മാറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് എയർ ബലൂണിൽ കയറാം. മിനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു. ആ ബിഗ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാ? അത് ന്യൂയോർക്കിലാ. ന്യൂയോർക്ക്
ഇവിടെ പാർക്കിംഗ് ചെയ്യണം. പുതിയ ഷോപ്പ്. കാനഡയിൽ ഹായ് അപ്പൊ ഇത് നമ്മുടെ നയാഗ്ര ഫോൾ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൽ അകത്തോട്ട് കയറാനുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ച് കാനഡയിലോട്ട് അമേരിക്കൻ ന്യൂയോർക്ക് സൈഡിൽ നിന്ന് തിരിച്ച് കയറുകയാണ്. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. നമ്മൾ നേരത്തെ ഡിട്രോയിറ്റിൽ നിന്ന് വന്ന അംബാസഡർ ബ്രിഡ്ജ് പോലെ തന്നെ ഇത് ന്യൂയോർക്കിനെയും അതായത് ന്യൂയോർക്കിലെ ബഫല്ലോ സിറ്റിനെയും കാനഡയിലെ നയാഗ്ര സിറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇതിന്റെ പേരാണ് റെയിൻബോ ബ്രിഡ്ജ്. ഇവിടെ ടോള് കൊടുക്കണം, ഒരു $6. അപ്പൊ ക്രെഡിറ്റ് കാർഡിൽ ബെറ്റി $6 കൊടുത്തു. അങ്ങനെ ഞങ്ങള് റെയിൻബോ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. ഫ്രം ന്യൂയോർക്ക് USA ടു ഒണ്ടാരിയോ കാനഡ. അതെ, ഇത് കണ്ടോ? അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. ജേക്കോ അങ്ങോട്ട് നോക്ക്, ഡ്രൈവർ സൈഡിലോട്ട് നോക്ക്. ഇപ്പൊ കാണാം. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. ബ്രിഡ്ജിലാണ് ഇതാണ് നമുക്ക് ഇവിടുത്തെ നയാഗ്ര വെള്ളച്ചാട്ടം. വാട്ടർ പാർക്ക്. വാട്ടർഫാൾ കണ്ടോടാ? വാട്ടർ പാർക്ക്. നമുക്ക് വാട്ടർ പാർക്കിൽ പോവാമോ? നമ്മുടെ ഫ്രണ്ട്സ് പാർക്ക് ചെയ്തോ? അത് വാട്ടർ പാർക്ക് ഏരിയ. അങ്ങനെ നമ്മൾ കാനഡയ്ക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. നമ്മൾ നയാഗ്ര ടൗണിലേക്ക് നമ്മൾ ഇവിടുന്ന് കയറുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പാസ്പോർട്ട് ചെക്കിംഗ് അല്ല ഇമിഗ്രേഷൻ ക്വിക്കായിട്ട് കഴിഞ്ഞ് നമ്മളെ കയറ്റിവിടുന്നതാണ് പ്രതീക്ഷ. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓപ്പൺ ഓവേർട്ട്. ആ ഹോട്ടലിന്റെ പേരെന്താ? ആ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോ പറയാം. അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ നയാഗ്ര ഫോൾസിന്റെ ഡീറ്റെയിൽസ് അതിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് USA കാനഡ ബോർഡർ ക്രോസിങ്ങിനെ കുറിച്ച് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദ ബോർഡർ ഗൈസ്. ഇതാണ് നമ്മുടെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഡിട്രോയിറ്റ് വിൻസർ ബോർഡർ പിടിച്ചില്ല. പകരം നമ്മൾ സാർണിയ പോർട്ട് ഹ്യൂറോൺ, അതായത് കനേഡിയൻ സിറ്റിയായ സാർണിയ അമേരിക്കൻ സിറ്റിയായ പോർട്ട് ഹ്യൂറോൺ വഴിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ വരുന്ന ബ്രിഡ്ജിന്റെ പേരാണ് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. നമ്മുടെ സാർണിയ സിറ്റിനെയും പോർട്ട് ഹ്യൂറോൺ സിറ്റിനെയും കനേഡിയൻ സാർണിയ USA പോർട്ട് ഹ്യൂറോൺ സിറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതിപ്പോ ഇവിടെ ലേക്ക് ഹ്യൂറോൺ എന്ന് പറയും. 5 ഗ്രേറ്റ് ലേക്സിൽ ഒരു ലേക്കായ ലേക്ക് ഹ്യൂറോണിന്റെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് എത്തും, അതായത് നമ്മുടെ സിറ്റി എത്തും, നോർവേ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നയാഗ്രയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കായിട്ട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. നമ്മൾക്ക് പലർക്കും അറിയാവുന്ന അല്ലെ കേട്ട് പരിചിതമായ ഒരു പേരാണ് തോമസ് ആൽവ എഡിസൺ. എഡിസന്റെ സിറ്റി എന്നാണ് പോർട്ട് ഹ്യൂറോൺ അറിയപ്പെടുന്നത്. ഇവിടെ ഈ ബ്ലൂ വാട്ടർ ബ്രിഡ്ജിന്റെ താഴെ തന്നെ നമുക്ക് അവിടെ കാണാം ഒരു തോമസ് ആൽവ എഡിസൺ മ്യൂസിയം തന്നെ ഇവിടെ ഉണ്ട്. വളരെ അതായത് വലിയ സിറ്റി ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ഉദ്ദേശം നയാഗ്ര ഫോൾസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തുന്നൊന്നുമില്ല, ബട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഞങ്ങള് ഇവിടെ അമേരിക്കക്കകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീട് എത്താറായി. പക്ഷെ ഇവിടെ പ്രതീക്ഷയിലും ചില ട്രാഫിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കാണ്. ഞങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ഹോം സ്റ്റേറ്റ് ആയ മിഷിഗനിൽ കയറി. അപ്പോൾ നയാഗ്ര ഫോൾസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ലിയാന? ജേക്ക് ഉറങ്ങിപ്പോയി. തുമ്മു സേ ബൈ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയേറെ താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.